ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വാഹനമാണ് ഗരുഡൻ. ഈ ഗരുഡൻ്റെ ഭക്ഷണമോ സർപ്പങ്ങളും. നിങ്ങൾക്ക് സർപ്പപ്പേടിയുണ്ടോ? ഉണ്ടെങ്കിൽ ഈ സർപ്പപ്പേടി അകറ്റുന്ന ഒരു യോഗശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അതാണ് ഗരുഡാസൻ. ഈ ഗരുഡാസൻ സ്ഥിരമായി അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മളിലുണ്ടാകുന്ന രക്തവാതത്തെ അകറ്റി മനസ്സിന് നല്ല ആനന്ദവും നൽകുന്ന ഒരു യോഗയാണ്. എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമ്മൾക്കിത് കാലുകൾ 2 അടി അകത്തി വയ്ക്കണം. കാൽ ഉപ്പൂറ്റി പൊന്തിച്ച് ചെയ്യുന്നതാണ്. ഇതേപോലെ കാല് ഉപ്പൂറ്റി ഉയർത്താം. ഇനി റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിയാം. കാൽ വിരലുകൾ വെച്ച് തിരിയാം. അപ്പോൾ വലത്തെ കാല് പൂർണ്ണമായും ഭൂമിയിൽ സ്പർശിക്കുന്നു. ഇടത്തെ കാലിൻ്റെ തള്ളവിരൽ മാത്രം സ്പർശിച്ച് നിർത്താൻ ശ്രമിക്കാം. ഇനി വന്നിട്ട് വലത്തെ കൈ നേരെ ചെസ്റ്റിനോട് ചേർത്ത് പിടിക്കാം, നിവർത്തി പിടിക്കാം. ഇടത്തെ കൈ ബാക്കിൽ കൂടെ കൊണ്ടുവന്ന് വലത്തെ കൈമ കെട്ടുപിടിഞ്ഞ് വയ്ക്കാം. ഇനി വന്നിട്ട് തണ്ടൽ നിവർത്തി ദൃഷ്ടി നേരെ മുകളിലോട്ട് നോക്കാം. ഈ അവസ്ഥയിൽ 1:2 ക്രമത്തിൽ ശ്വാസം അകത്തോട്ടും പുറത്തോട്ടും എടുക്കാം. അങ്ങനെ ഒരു 6 റൗണ്ട് വരെയും ഇങ്ങനെ നിലനിർത്താം. 6 റൗണ്ട് കഴിഞ്ഞതിന് ശേഷം സാവകാശം കൈകൾ വിരിയിച്ച് കൊണ്ടുവന്ന് പഴയ അവസ്ഥയിലേക്ക് കാലുകളെയും കൊണ്ടുവരാം. ഇത് തന്നെ നേരെ ഓപ്പോസിറ്റ് ചെയ്യാം. നോക്കാം എങ്ങനെയാണെന്ന്. 2 അടി അകലത്തിൽ വെച്ച് ഇടത്തെ സൈഡിൽ കൂടെ ഉപ്പൂറ്റി പൊന്തിച്ച് ഇടത്തെ സൈഡിൽ കൂടെ തിരിഞ്ഞ് വരാം. ഇപ്പോൾ വന്നിട്ട് ഇടത്തെ കാലാണ് പൂർണ്ണമായും ഭൂമിയിൽ സ്പർശിക്കുന്നത്. വലത്തെ കാലിൻ്റെ പെരുവിൽ മാത്രം. ഇനി ഇടത്തെ കൈ നേരെ ചെസ്റ്റിമോൾ നിവർത്തി വെച്ച് വലത്തെ കൈ നേരെ അടിയിൽ കൂടെ കൊണ്ടുവന്ന് പിരിച്ച് വയ്ക്കാം. ഇനി ദൃഷ്ടി വന്ന് നേരെ മുകളിലേക്ക് നോക്കാം. തണ്ടലുയർത്തി ഇവിടെയും 1:2 ക്രമത്തിൽ ശ്വാസം അകത്തോട്ടും പുറത്തോട്ടും ഇട്ടുകൊണ്ടിരിക്കുക. ഒരു 6 റൗണ്ട് കഴിയുമ്പോൾ സാവകാശം കൈകൾ വിരിച്ച് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാം. ഇങ്ങനെ സ്ഥിരമായി ചെയ്തു നോക്കൂ. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. കൂടാതെ ഇത്തരം രസകരമായ യോഗകൾ വീണ്ടും കാണുന്നതിന് 40+ റിലീഫ് യോഗ സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ.